പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി എം മണി രംഗത്ത്. മോദി കണ്ടിട്ടുള്ള ഗുജറാത്തും ഉത്തർപ്രദേശും മധ്യപ്രദേശും ഒന്നുമല്ലിത്, നവോത്ഥാന നായകന്മാരുടെ കേരളമാണിതെന്ന് മന്ത്രി പറഞ്ഞു. മോദിയുടെയും കൂട്ടരുടെയും വർഗീയ കളിയൊന്നും ഈ നാട്ടിൽ ചെലവാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മണിയുടെ പ്രതികരണം. ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ത്രിപുരയിലേതുപോലെ കേരളത്തിലും അട്ടിമറി സംഘടിപ്പിക്കുമെന്ന്. അദ്ദേഹത്തിന് തെറ്റി. പാവപ്പെട്ടൊരു ജനസമൂഹമുള്ള ആദിവാസി സംസ്ഥാനമായ ത്രിപുരയിൽ അട്ടിമറി സംഘടിപ്പിച്ചതിൽ അഭിമാനം കൊള്ളുന്നത് ആണത്തമൊന്നുമല്ലെന്ന് മന്ത്രി മണി പറഞ്ഞു. എം മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്: ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ത്രിപുരയിലേതുപോലെ കേരളത്തിലും അട്ടിമറി സംഘടിപ്പിക്കുമെന്ന്. അദ്ദേഹത്തിന് തെറ്റി. പാവപ്പെട്ടൊരു ജനസമൂഹമുള്ള ആദിവാസി സംസ്ഥാനമായ ത്രിപുരയിൽ അട്ടിമറി സംഘടിപ്പിച്ചതിൽ അഭിമാനം കൊള്ളുന്നത് ആണത്തമൊന്നുമല്ല. മോദി കണ്ടിട്ടുള്ള ഗുജറാത്തും ഉത്തർപ്രദേശും മധ്യപ്രദേശും ഒന്നുമല്ലിത്, നവോത്ഥാന നായകന്മാരുടെ നാടായ കേരളമാണിത്, ദൈവത്തിന്റെ സ്വന്തം നാട്. മോദിയുടെയും കൂട്ടരുടെയും വർഗീയ കളിയൊന്നും ഈ നാട്ടിൽ ചെലവാകാൻ പോകുന്നില്ല. മറിച്ച് ഇപ്പോൾ മോദിയുടെ കയ്യിലുള്ള അധികാരം തന്നെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇക്കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മോദിയുടെ അട്ടിമറി സ്വപ്നം വെറും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. ത്രിപുരയിൽ BJP 0-ൽ നിന്ന് സർക്കാർ ഉണ്ടാക്കിയത് കേരളത്തിലെ മുന്നണികൾ കണ്ണു തുറന്നു കാണണമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന. കേരളത്തിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു ആക്രമണവും പരിഹാസവും BJP പ്രവർത്തകരുടെ വീര്യം കെടുത്തില്ല. ശബരിമലയിൽ LDF സർക്കാർ ചെയ്തതിനെ ഏതെങ്കിലും സർക്കാരോ പാർട്ടിയോ ചെയ്ത ഏറ്റവും നാണംകെട്ട പ്രവൃത്തി എന്നായിരിക്കും ചരിത്രം രേഖപ്പെടുത്തുകയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയുടെ ചരിത്രത്തോടോ സംസ്കാരത്തോടോ ആധ്യാത്മികതയോടോ ബഹുമാനമില്ലെന്നറിയാം. എന്നാൽ ഇത്രത്തോളം വെറുപ്പുണ്ടെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം കേരളത്തിലും ത്രിപുര ആവർത്തിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന കേരള ജനതയോടുള്ള വെല്ലുവിളിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ ശ്രമങ്ങളെ അപലപിക്കുന്ന പ്രധാനമന്ത്രി ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുകയാണെന്നും കാനം അഭിപ്രായപ്പെട്ടു. അതേസമയം ശബരിമല യുവതീ പ്രവേശനത്തിൽ കേരള സർക്കാരിനെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്തെത്തി. പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന കോടതിയെ ലക്ഷ്യമാണെന്ന് യെച്ചൂരി പറഞ്ഞു. ഇതിനെതിരെ കോടതി സ്വമേധയാ നടപടി സ്വീകരിക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. നിയമമാണ് നടപ്പാക്കേണ്ടത്, അല്ലാതെ ആൾക്കൂട്ട നിയമമല്ല. ഭരണഘടനയും നിയമവും ഉയർത്തിപ്പിടിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അപമാനകരമാണ്, യെച്ചൂരി ട്വീറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.